മലയാള സിനിമയിൽ പലതരത്തിലുള്ള ഗോസിപ്പുകൾ കാലാകാലങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഇപ്പോഴും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ ഗോസിപ്പുകൾക്ക് ഉത്തരം പറയാൻ സാധാരണ ആരും രംഗത്ത് വരാറുമില്ല. ഗോസിപ്പുകൾ ഒരു തരത്തിൽ സെലിബ്രിറ്റികൾക്ക് അനുഗ്രഹമാണ്. സെലിബ്രിറ്റികളെ മെയിൻ സ്ട്രീമിലെത്തിക്കാൻ ഗോസിപ്പുകൾക്ക് കഴിഞ്ഞിരുന്നു. നാനയും സിനിമാ മാഗസിനും വെള്ളി നക്ഷത്രവും സിനിമാ മംഗളവും ഒക്കെ ഗോസിപ്പുകൾ പടച്ച് വിടുന്നതിൽ ഒരു അമാന്തവും കാണിക്കാത്ത വാരികകളായിരുന്നു. ഇപ്പോൾ വാരികകളുടെ കാലം അങ്ങ് പോയി. ഇപ്പോൾ വാരികകൾക്ക് കാലമില്ല. നാനയും സിനിമാ മംഗളവും വെള്ളി നക്ഷത്രവും ഒക്കെ തകർന്ന് തരിപ്പണമായി മാറി. അതിനു പകരം ട്രോളുകൾ ആ സംഭവം ഗോസിപ്പുകൾ ഏറ്റെടുത്തു. ട്രോളുകളും സോഷ്യൽ മീഡിയയും ഒക്കെയാണ് ഗോസിപ്പുകൾ ഏറ്റെടുത്തത്. ട്രോളുകളും സോഷ്യൽ മീഡിയയും ഗോസിപ്പുകൾ ഏറ്റെടുക്കുമ്പോൾ ഒരു കാലത്തെ ചരിത്രം അവർക്ക് അറിയാതെ പോകുന്നു എന്നതാണ് അവരുടെ പരിമിതി. അത്തരം ചരിത്രങ്ങൾ പറയാനാണ് സിനിമാ കേരള എപ്പോഴും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സിനിമാ കേരള അത്തരം ചരിത്രങ്ങൾ പറയുമ്പോൾ സിനിമാ കേരളയ്ക്കെതിരെ ശക്തമായ ഒരു ആക്രമണം, സംഘടിതമായ ഒരു ആക്രമണം നടക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ആ ആക്രമണത്തിൻ്റെ അച്ചുതണ്ട് ലവലവ നടക്കുന്ന നടക്കുന്ന ഒരു ഫ്രോഡ്, ഇപ്പോൾ പട്ടിയെക്കാളും വലിയൊരു ഫ്രോഡാണ് എന്ന് ഞങ്ങൾക്ക് അറിയാം. പറയുന്നത് ഒരു ഗോസിപ്പിനെ കുറിച്ചാണ്. ഒരു കാലത്ത് മലയാള സിനിമയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഗോസിപ്പ്. അതിലെ നായകൻ സോമനാണ്, നായിക ജയഭാരതിയാണ്. സോമനും ജയഭാരതിയും തമ്മിൽ ഇഴുകിച്ചേർന്ന് അഭിനയിച്ച ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രം ഇതാ ഇവിടെ വരെ ആണ്. വളരെ വ്യത്യസ്തമായ ഒരു ചിത്രം. പത്മരാജൻ കഥയും തിരക്കഥയും എഴുതി IV ശശി സംവിധാനം ചെയ്ത ചിത്രം. സോമൻ ജയഭാരതി ജോഡികൾ മലയാള സിനിമയിൽ തരംഗമായ ചിത്രം. ആ ചിത്രം വലിയ വിജയമായി മാറി. ആ ചിത്രത്തിൽ അർദ്ധനഗ്നയായി വരെ ജയഭാരതി അഭിനയിച്ചു സോമൻ്റെ മുന്നിൽ. അതൊക്കെ ഒരു ചരിത്രം. അതൊക്കെ ചരിത്രത്തിൻ്റെ സൂചികകൾ. ഹാരിപ്പോത്തൻ ആണ് സോമനും ജയഭാരതിയുമായി അഭിനയിച്ച മിക്ക ചിത്രങ്ങളും നിർമ്മിച്ചത്. രതിനിർവേദം അടക്കമുള്ള ചിത്രങ്ങളൊക്കെ നിർമ്മിച്ചത് ഹാരിപ്പോത്തനാണ്. ഹാരിപ്പോത്തൻ അക്കാലത്ത് സൂപ്പർ ഹിറ്റ് നിർമ്മാതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് സുപ്രിയ എന്നായിരുന്നു. സുപ്രിയയുടെ ബാനറിൽ ഇറങ്ങുന്ന സിനിമകളെല്ലാം വലിയ വിജയമായി മാറിക്കൊണ്ടിരുന്ന കാലം. ആ സമയത്ത് സോമനും തിരക്കായി, ജയഭാരതിക്കും തിരക്കായി. ഈ സാഹചര്യത്തിൽ നിർമ്മാതാവ് എന്ന രീതിയിൽ ഇരുവരെയും തൻ്റെ വീട്ടിൽ താമസിപ്പിച്ചു ഹാരിപ്പോത്തൻ. തൻ്റെ മദ്രാസിലുള്ള വാടക വീട്ടിൽ മുകൾ നിലയിൽ സോമനെയും താഴത്തെ നിലയിൽ ജയഭാരതിയെയും താമസിപ്പിച്ചു ഹാരിപ്പോത്തൻ. അത് വലിയ ഒരു വിവാദമായി മാറി. സോമനും ജയഭാരതിയും ഒരുമിച്ച് താമസിക്കുന്നു എന്ന രീതിയിൽ ഗോസിപ്പുകൾ പരന്നു. സോമനും ജയഭാരതിയും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്ന തരത്തിൽ ഗോസിപ്പുകൾ പരന്നു. പക്ഷേ അതൊന്നുമല്ലായിരുന്നു യഥാർത്ഥ കാരണം. യഥാർത്ഥ കാരണം തൻ്റെ സിനിമയിലെ നായകനും, അല്ലെങ്കിൽ താൻ നിർമ്മിക്കുന്ന സിനിമയിലെ നായകനും നായികയും ഒരുമിച്ച് താമസിച്ചാൽ അത്രയും പൈസ കുറയും. അതായിരുന്നു ഹാരിപ്പോത്തൻ എന്ന ബിസിനസ്സുകാരൻ ചിന്തിച്ചത്. ബിസിനസ്സുകാർ എപ്പോഴും അങ്ങനെയാണ്. 5 പൈസ കുറഞ്ഞാൽ അത് അവർക്ക് വലിയൊരു നേട്ടമാണ്. അതാണ് സംഭവിച്ചത്. എന്തായാലും ഹാരിപ്പോത്തനും ഇന്നില്ല, സോമനും ഇന്നില്ല, ജയഭാരതി ഇന്നുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ പറയാൻ പറ്റും
ജയഭാരതിക്ക്. ഒരുപാട് കഥകൾ പറയാൻ പറ്റും ജയഭാരതിക്ക്. പക്ഷേ തുറന്നു പറയാൻ അവർക്ക് കഴിയില്ല. തുറന്നു പറയാനുള്ള നട്ടല് അവർക്ക് ഇപ്പോഴുമില്ല. ഹാരി പോത്തറും ജയഭാരതിയും തമ്മിലുള്ള ലിവിങ് ടുഗദർ ജീവിതമൊക്കെ ഒരു കാലത്ത് വലിയ ചർച്ചയായിരുന്നു. ഹാരി പോത്തറും ജയഭാരതിയും തമ്മിലുള്ള ലിവിങ് ടുഗദർ ജീവിതവും ജയഭാരതിയും വിൻസെന്റും തമ്മിലുള്ള പ്രണയവും വിൻസെന്റിനെ ഹാരി പോത്തൻ മർദ്ദിച്ചതും പിന്നീട് സത്താറിനെ ജയഭാരതി വിവാഹം കഴിച്ചതും ഒക്കെ മലയാള സിനിമയിലെ ഗോസിപ്പുകളല്ല, യാഥാർത്ഥ്യമാണ്. സോമനും ജയഭാരതിയും തമ്മിൽ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിച്ചതും മലയാള സിനിമയിലെ ഗോസിപ്പല്ല, യാഥാർത്ഥ്യമാണ്. അത്തരം ഗോസിപ്പുകൾക്കൊന്നും ഒരു പഞ്ഞവുമില്ലാത്ത മലയാള സിനിമയിൽ സത്യമായി വിളിച്ചു പറയേണ്ടത് ഒരു കാലത്തെ സാക്ഷി എന്ന നിലയിൽ സിനിമാ കേരളയുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സത്യമായി വിളിച്ച് പറയുന്നത്. ഞങ്ങൾ സത്യം വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ വെറുതെ ഞങ്ങളെ തെറ്റിദ്ധരിക്കുന്നു, വെറുതെ എന്നെ തെറ്റിദ്ധരിക്കുന്നു. ഒരു കാരണവശാലും അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലും അപക്വമായ ഒരു വാർത്ത സിനിമാ കേരളയിൽ വിടാറില്ല. എല്ലാം തെളിവുകൾ സഹിതം തന്നെയാണ് വിട്ടിട്ടുള്ളത്. ജയഭാരതിയും സോമനും തമ്മിലുള്ള സുദൃഢമായ ബന്ധം എന്നതിൽ ഉപരി സുദൃഢമായ ആ പ്രണയത്തിൻ്റെ, അല്ലെങ്കിൽ സുദൃഢമായ കാമത്തിൻ്റെ, അതുമല്ലെങ്കിൽ സുദൃഢമായ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒക്കെ ഒരു ചരിത്രം ഇതാ ഇവിടെ വരെ എന്ന സിനിമ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. അത്രയേറെ സോമനുമായി ഇഴുകിച്ചേർന്ന് ആ ചിത്രത്തിൽ അഭിനയിച്ചു ജയഭാരതിയുടെ ആ ചിത്രത്തിലെ അഭിനയം വലിയ സെൻസേഷണലായി മാറുകയും ചെയ്തു. ജയഭാരതിയെ എപ്പോഴും അത്ഭുതത്തോടു കൂടി മാത്രമേ സിനിമാ കേരളയ്ക്ക് കാണാൻ പറ്റൂ. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന വിശേഷണം മലയാളത്തിൽ ആദ്യമായി സ്വന്തമാക്കിയ നടി അവരാണ്. അവർ ആദ്യം അഭിനയത്തിന് ചാൻസ് ചോദിച്ച് എത്തുമ്പോൾ അവരുടെ മുഖസൗന്ദര്യം കൊള്ളില്ല എന്ന് പല നിർമ്മാതാക്കളും പറഞ്ഞു. ആ മുഖസൗന്ദര്യം വെച്ച് തന്നെ അവർ മലയാള സിനിമയിൽ വലിയൊരു താരപദവി വീണ്ടെടുത്തു എന്നുള്ളത് ശ്രദ്ധേയം. ജയഭാരതി ഇപ്പോഴും ഓർമ്മകളുടെ ഒരു ആലസ്യമൊന്നുമില്ലാതെ സുദൃഢമായി തന്നെ ജീവിക്കുന്നു. അവരുടെ ഓർമ്മകളിൽ ആലസ്യം ഉണ്ടാക്കുന്നത്, അസ്വസ്ഥത ഉണ്ടാക്കുന്നത് സോമനും വിൻസെന്റും സത്താറും ഹാരി പോത്തനും ഒക്കെയാണ്. അവരൊക്കെ ചേർന്ന് ജയഭാരതിയുടെ ജീവിതത്തെ ആശങ്കയുടെ അഗാധമായ ഗർത്തത്തിലേക്ക് തള്ളിവിടുന്നു. എന്തായാലും സോമനുമായി ലിവിങ് ടുഗദർ ജീവിതം നയിച്ചു ജയഭാരതി എന്നാണ് അക്കാലത്ത് മാധ്യമങ്ങൾ, സിനിമാ വാരികകൾ എഴുതിയത്. പക്ഷേ അതൊരു ലിവിങ് ടുഗദർ ജീവിതം ഒന്നുമല്ലായിരുന്നു. ഒരു നിർമ്മാതാവ് അയാൾക്ക് പൈസ ലാഭിക്കാൻ വേണ്ടി ഇരുവരെയും ഒരുമിച്ച് താമസിപ്പിച്ചു എന്ന് മാത്രം.